ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോട്ടോണിക്സ് ഗെയിമിംഗ് സോണിന്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചല്ല പറ്റുന്നത്. ഞാൻ പിന്നെ എൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ പോയിട്ട് 4 ഒബ്സിഡിയനും ഒരു ബുക്കും പിന്നെ 2 ഡയമണ്ടൊക്കെ വെച്ചിട്ട് മറ്റേ സാധനം ഉണ്ടാക്കി, എൻചാൻറ്റിങ് ടേബിൾ. എന്നിട്ട് നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മുടെ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ കൗവിൻ്റെ ഫാർമുണ്ട്, പശു തൊഴുത്തുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ കുറേ എണ്ണത്തിന് ഇവിടെ ഇട്ട് കൊന്ന് ഫാം ചെയ്തു. അങ്ങനെ ചെയ്ത് നമ്മുടെ കയ്യിൽ കുറേ ലെതറായി. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ അതും ഈ ഷുഗർ കെയിൻ വെച്ച് പേപ്പറും ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ എൻചാൻറ്റിങ് ഏരിയ ഉണ്ടാക്കി. നമുക്ക് 15 ബുക്ക് ഷെൽഫ്, എത്ര ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അത് എന്തായാലും ഇത് കണ്ടോ? ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 18 തന്നെയാണ് കേസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു എൻചാൻറ്റ്മെന്റ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട സംഭവം സ്റ്റോറേജ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇവിടുത്തെ ചെസ്റ്റ് നോക്കി, ആകെപ്പാട് 3 ചെസ്റ്റ് ഉണ്ട്. ഇത് ഓടാൻ പറ്റത്തില്ല. ഞാൻ ഇതെടുത്ത് ഇവിടെ വെച്ചോണ്ടല്ലേ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ ചെസ്റ്റ് ഫുള്ളായി. പിന്നെ ഈ ചെസ്റ്റ് ഫുള്ളായി. ഈ ചെസ്റ്റ് ഫുള്ളാവും, ആവാനായി മാക്സിമം. ആൻഡ് അതൊക്കെ എനിക്കൊന്ന് റെഡിയാക്കാനുണ്ട് സംഭവം. അതായത് നമുക്ക് ചെസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഒന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായി. നിങ്ങൾ വിചാരിക്കും ഒരു വില്ലേജേ ഉള്ളൂന്ന്. ഞാനവിടെ നിന്ന് വഴി തെറ്റിയിട്ട് കുറേ സ്ഥലത്തോട്ട് നടന്ന് പോയിട്ട് അവസാനം ഞാൻ കുറേ സംഭവങ്ങൾ കണ്ടു സുഹൃത്തുക്കളെ. അതായത് അവിടെ കുറേ വില്ലേജ് ഉണ്ട്. എനിക്ക് പിന്നെ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ള വില്ലേജ് കിട്ടി. വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ള വില്ലേജ് അത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ പിന്നെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കുറേ വില്ലേജ് ഞാൻ കണ്ടു. ബ്ലാക്ക് സ്മിത്ത് ഉള്ള വില്ലേജ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ലൂട്ടടിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ ഇപ്പം ഒന്ന് മൈനിങ്ങിന് ഇറങ്ങാന്ന് വിചാരിച്ചിപ്പം റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഓക്കെ, ആൻഡ് ഞാൻ പിന്നെ ചിലപ്പോൾ ഇനി മുതൽ ഞായറാഴ്ച മാത്രമേ മൈൻക്രാഫ്റ്റ് ഇടത്തുള്ളൂ. അങ്ങനെ വേണോ അതോ 2-3 ദിവസമായിട്ട് ഇടണോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് നമ്മൾ നേരെ ഇപ്പോൾ മൈനിങ്ങിന് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മുടെ അയണൊക്കെ നമുക്ക് എപ്പോഴാണേലും ഫുൾ ആർമറൊക്കെ ആയിട്ട് സെറ്റായിട്ട് പോകാൻ പറ്റും. ഞാൻ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ സ്നോയിൻ്റെ ബയോം ഉണ്ട്. അതായത് ഞാൻ അതിൻ്റെ സ്ഥലം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രോ മറ്റേ എൻ്റെ അമ്മേ ഭ്രാന്ത്, നിക്ക് ലൈഫ് ആയിട്ട് ചത്തേനെ. പിന്നെ നമ്മൾ പകുതി ഏരിയ മൈൻ ചെയ്തതാണ് ഈ സ്ഥലത്തെ. പക്ഷെ എല്ലാ ഓറും നമ്മൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇവിടെ. അവിടെ നിന്ന് താഴേക്കും കുറെ കേവ്സിലോട്ടൊക്കെ നമുക്ക് പോവാൻ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ലൈഫ് ഒന്ന് കയറട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ചായി. പിന്നെ ഞാൻ നല്ല കാര്യം ഇപ്പം തന്നെ എല്ലാം കളഞ്ഞു. എന്നിട്ട് ഞാൻ മറ്റേ ഔട്ട് പോസ്റ്റ് ഉള്ള വില്ലേജിലാണെന്ന് തോന്നുന്നു ഞാൻ പൊട്ടാറ്റോ ഫാം ചെയ്ത് കണ്ടത്. എന്നിട്ട് മറന്നുപോയി സംഭവം എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ഇറങ്ങട്ടെ. പൊട്ടാറ്റോ ഫാം കണ്ട്, പക്ഷെ അത് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ, അത് നമുക്ക് ഇനി പോകുമ്പോൾ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടേലും കുഴിച്ചു പോയാലോ എന്ന് എനിക്കൊരു ഐഡിയ. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്ന് പോയായിരുന്നു, വേറെ എങ്ങോട്ടും പോയില്ല. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ട് വരോടാ, ഇങ്ങോട്ട്. അവിടെ ഓൾറെഡി തൊളയാ. എൻ്റെ ദൈവമേ, എങ്ങോട്ടാ പോവാ ഗൈസ്? താഴെ പോയി നോക്കാം. ഓക്കെ, താഴെ ഞാൻ എവിടെയായിരുന്നു മൈൻ ചെയ്യാൻ പോയെ? കുറെ കേവ് ഒക്കെ ഉള്ളൊരു വഴി. അതാ ഇങ്ങോട്ടൊക്കെ കുറെ വഴിയുണ്ട്. ഞാൻ ഇങ്ങോട്ടൊക്കെ ഇത് ഞാൻ കണ്ടില്ലല്ലോ. അവിടെ ഡയമണ്ട് ഉണ്ട്, ലാവയുണ്ട്.
ഫുള്ള് ലാവയാ. ഒരു ഡയമണ്ട് കിട്ടി കേട്ടോ ഗൈസ്. അങ്ങനെ ഒന്നല്ല, രണ്ടല്ല, 3. ഈ 3 അല്ലേ? എന്റെ അമ്മി മേലെ ഉണ്ടോ? എടാ മിക്കവാറും നമുക്ക് ഉണ്ടല്ലോ. എടാ എന്റെ വേൾഡ് നല്ല ലക്കുള്ള വേൾഡാണ്. നിങ്ങള് വേണമെങ്കിൽ കേറി കളിച്ചോ. ഇനിയും ഉണ്ടോ? ദൈവമേ ഇനിയും ഉണ്ടാവണേ. ശൈനി ഇല്ലടാ. 10 ഡയമണ്ട് ഒരു സ്ഥലത്തുനിന്ന്. അങ്ങോട്ടുണ്ടോ? അങ്ങോട്ട് ഫുള്ള് ലാവയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഒരു ട്രിക്ക് കണ്ടിട്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഡയമണ്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന് നല്ല ഗ്രൈൻഡിങ് വേണം. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നതാണ്. മൈനൊന്നും ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി എന്നേ ഉള്ളൂ. അന്ന് 2-3 ദിവസത്തിന് മുന്നേ വന്നതാ. അതാ അയണൊക്കെ ഉണ്ട്. അയണം സത്യം പറഞ്ഞാൽ നമുക്കിനി വേണ്ട. നമ്മുടെ കയ്യിൽ കുറെ ആയി അയൺ. വെറുതെ അനാവശ്യമായിട്ടാണ് അയൺ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളത്. അതാ ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ടുള്ളതാണ്. ചിലപ്പോ ഈ ലാവേന്റെ അടിയിലൊക്കെ ഡയമണ്ട് ഉണ്ടാവൂടാ. അതാണ് ഇങ്ങനെ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഞാൻ മറ്റേ ഗ്ലാസ് വെച്ച് അങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അതിനിപ്പോ എന്താ ചെയ്യാ? അടയാളമായിട്ട് ഇങ്ങോട്ട് കേവുണ്ടോ? ദൈവമേ, എനിക്കൊരൊറ്റ പേടിയുള്ളൂ. ഇനി ഡയമണ്ട് പോകുന്നു. അങ്ങോട്ടൊരു കേവ് ഉണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. ഇങ്ങോട്ട് നോക്കട്ടെ. സുധിയൊക്കെ മറ്റേ ഫിഷിന്റെ ഫാമൊക്കെ ഉണ്ടാക്കിയിടാ. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ പിന്നെ മറ്റേ ഫിഷിംഗ് റോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതും കൂടി ഒന്ന് ഉണ്ടാക്കാം നമുക്ക് നോക്കിയിട്ടേ. നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ എന്റെ ഒച്ച ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഞാൻ എന്റെ ഹെഡ്സെറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിരിക്കും. താഴോട്ട് കേൾക്കണ്ടല്ലോ. ഞാൻ പിന്നെ ഈ വഴി തെറ്റുന്നുള്ളതുകൊണ്ടാണ് പോവാത്തത്. അങ്ങനെ ഇവിടെ നമ്മൾ വന്നല്ലേ. ഇതെന്ത് ഇവിടെ ക്ലേ എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ക്ലേ ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി വാട്ടറൊക്കെയുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവേണ്ടത്. ഈ വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ ക്ലേ ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കിനി അറിഞ്ഞൂടാ ഇങ്ങനെ ഉണ്ടാവുമോന്ന്. ഉറപ്പില്ല അങ്ങനെ ഉണ്ടാവോ ഇല്ല. ഇതൊക്കെ കണ്ടോ? കുറച്ച് ക്ലേ ആണ് ഇവിടെ. ക്ലേന്റെ ആവശ്യം നോക്കില്ല, എന്നാലും വെറുതെ ഇങ്ങോട്ട് പോയോടാ. ഞാൻ ഇവിടെ പോയതാ. ഇങ്ങോട്ടും പോയതാ. ഞാൻ ഇതിന് പോയ വഴി കൂടെ തന്നെ ഒന്നുകൂടി പോകുന്നേ. നമുക്ക് പിന്നെ എൻചാന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അത് നമുക്ക് ഉടൻ തന്നെ ചെയ്യണം. എങ്ങനെയാ സംഭവം എനിക്കറിഞ്ഞൂടാ. ഞാൻ മറന്നു പാടാ. മറ്റേ ലാപ്പിസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ സാധനം ചെയ്യാനുണ്ട് അതില്. എക്സ്പി വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വാൾ എൻചാന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ നോക്കട്ടെ. അവിടെ എത്തിയിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് ഈ കോപ്പർ വെച്ചിട്ട് എന്താ ഈ ഗെയിമിൽ യൂസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആകെ മറ്റേ ലൈറ്റ്നിങ് റോഡ് അങ്ങാണ്ട് വെച്ചിട്ട് യൂസ് ഉണ്ട്. വേറെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ വെച്ചിട്ട് എന്താ ഉപകാരം കോപ്പർ വെച്ചിട്ട്. അത് ഒരു യൂസ് ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നേ. പക്ഷെ പുതിയ കോപ്പർ കോളത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ വന്നു. ഞാൻ മറ്റേ സുധീന്റെ വീഡിയോ കണ്ടായിരുന്നു, കോപ്പർ കോളം അപ്ഡേറ്റ്. ബട്ട് അത് ഇതില് വന്നിട്ടില്ല. കാരണം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതില് വന്നിട്ടില്ല, അത് വരുന്നുമില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം വന്നോ ഇല്ലയോന്ന്. ആൻഡ് ഞാൻ ഇങ്ങോട്ടൊക്കെ പോയിട്ട് തന്നെ നാളുകളായി എന്ന് പറയാം. എന്റെ അമ്മച്ചി സ്പൈഡർ ഒരു മിനിറ്റ് പെട്ടെന്ന് കയറി കിടന്നു. മോൺസ്റ്റർ നിയർ മീ. എവിടെ ഇവൻ? സ്പൈഡറിനൊക്കെ ഭയങ്കര ഹൈറ്റ് ഇതില്. ഈ ഗെയിമിലല്ല, ഈ ഷെയ്ഡറില്. ചെവി വേദന എടുക്കുന്നു എനിക്ക്. ഞാനിപ്പോ ഈ സോഡും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാ ഞാൻ എങ്ങനെ എൻചാന്റ് ചെയ്യുക?
പിന്നെ ബ്ലോക്സ് ഡൈയോന്റെ മൈൻക്രാഫ്റ്റിന്റെ അതേ സെയിം സാധനമാണ്. അതിന്റെ ഗെയിം പ്ലേ വീഡിയോ അതാണ്ടോ ഇവിടെ ലാപ്പിസ് വെക്കുന്ന സ്ഥലമാണ് സൈഡില്. ആൻഡ് ഇവിടെ എനിക്ക് എത്രയും പെട്ടെന്ന് കുറെ ചെസ്റ്റ് വെക്കണം. എനിക്ക് പിന്നെ മടിയാണ് ഇങ്ങനെ കൊറേ ഇത് ഉണ്ടാക്കണ്ടേ. ഇനി ഒരു ചെസ്റ്റിന് തന്നെയാണ് ഇട്ടത്. ഞാൻ ഇത് തന്നെ കൊറേ കഷ്ടപ്പെട്ട് ഇത് വുഡാണടാ. അപ്പം വുഡിന് നല്ല ഇതുണ്ട്. ഇങ്ങനെ കൊറേ വുഡാണത് മൊത്തം. നമ്മുടെ വീട് സെറ്റപ്പായി. എവിടെ ദൈവമേ, ക്രീപ്പർ ഇങ്ങോട്ട് അവിടെ നിന്ന് വിട്ടല്ലേ. പൊട്ടി. അത് എവിടെ വന്നിട്ടാടാ പൊട്ടിയെ? അല്ല വാട്ട്, ആ ക്രീപ്പർ എവിടെ നിന്നാടാ പൊട്ടിയേ? ഇവിടെ പൊട്ടിയതായിട്ടൊന്നുമില്ല. മരത്തിന്റെ ഇവിടെയാണോ പൊട്ടിയത്? ഞാൻ പൊളിഞ്ഞടക്കുന്നു. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ഞാൻ ചിലപ്പോ മാത്രം വീഡിയോ 20 ഞാൻ നെതറി. ഒയ്യോ ഡയമണ്ട് ഒന്നും എടുത്തിട്ട് പോവല്ലേ. ഇതെടുത്ത് വെക്കട്ടെ. ഡയമണ്ട് എവിടെയാ? 23 ഡയമണ്ട്. എന്റെ മോനെ സെറ്റായി മക്കളെ. സെറ്റ്. ഇതൊന്നും വേണ്ട. ടോർച്ച് കയ്യിലിരുന്നോട്ടെ. അത് വേണമെങ്കിൽ ഇരുന്നോട്ടെ, ഒരു രസം. ഇനി നമുക്ക് നേരെ നെതറിലോട്ട് പോകുമ്പോ ഗോൾഡിന്റെ എന്തേലൊക്കെ ഇടണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതില് ഗോൾഡ് വെക്കാം. ഇതാകുമ്പോ പെട്ടെന്നാവും. മറ്റേ സ്മോക്കറാണ്, എനിക്ക് മറ്റേ വില്ലേജിൽ നിന്ന് കിട്ടിയതാണ് ആ സാധനം. XP ഫാമിലൊന്നും ഇപ്പൊ ആരും ഇറങ്ങി വരുന്നില്ലല്ലോടാ. സത്യം പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അത് ഇടയ്ക്ക് വരും. പിന്നെ ഇവിടെ എന്തൊക്കെയോ ലൂട്ടൊന്നും ഈ റെഡ് സ്റ്റോൺ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. കാരണം മറ്റേ വിച്ചൊന്നും അങ്ങനെ അധികം വരുന്നില്ല ഇതിന്ന്. ചില സമയല്ലേ മറ്റേ കൊല്ലേ ചാവും. 4x4 മറ്റേ ബൂട്ടുണ്ടാക്കാം. രണ്ടെണ്ണം ഇവിടെ, രണ്ടെണ്ണം ഇവിടെ. ബൂട്ട് റെഡി. ഇങ്ങനെയാണല്ലേ മറ്റേ മറന്നുപോയി. എന്തൊക്കെയാ മറക്കുന്നേ. മറവിക്കാരനായിരിക്കുന്നു ഞാൻ. അങ്ങനെ ഗോൾഡിന്റെ ബൂട്ടൊക്കെ ഇട്ട് സുന്ദരനായി നമ്മളിതാ പോന്നു. എത്തി. ഞാൻ ഇങ്ങോട്ടൊക്കെ കൊറേ ദൂരം എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അവിടെ സ്കെൽറ്റൺ ഉണ്ട്. അവനെ മൈൻഡ് ആക്കണ്ട. ഇങ്ങോട്ട് അവൻ അമ്പറിന്ന് ഒച്ച എനിക്ക് കേക്കാം. അയ്യോ, ആ ഗാസ്റ്റിന്റെ ഒച്ച കേക്കണ്ടാ. എനിക്ക് അതിനെയാണ് ഏറ്റവും പേടി ഇതില്. ഞാൻ നെതർ ഫോർട്രസ് കണ്ടുപിടിച്ചു. ദൈവമേ, ആ സാധനം എവിടെയാ ഉള്ളത്? ഇച്ചിരി ഡേഞ്ചർ സാധനം. എന്റെ അമ്മച്ചി, അത് ഭയങ്കര ഡേഞ്ചറാ. ഗാസ്റ്റ് എവിടെയൊക്കെയോ നിന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടന്നേ വിട്ടോ സ്ഥലം വിട്ടോ മക്കള്. നിക്ക് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഞാൻ ഇന്നലെ മറ്റേ ഇത് കൊറേ വീഡിയോ അപ്ലോഡ് ചെയ്ത്. അങ്ങനെ വേണ്ടല്ലേ, കൊറേ വീഡിയോ അല്ല, 3 വീഡിയോ അപ്ലോഡ് ചെയ്ത്. മൈൻക്രാഫ്റ്റിന്റെ 2 വീഡിയോയും പിന്നെ റോബ്ലോക്സിന്റെ ഒരു വീഡിയോയും. പിന്നെ ബേബി ഇൻ യെല്ലോന്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ബേബി ഇൻ യെല്ലോ അത് ഒരു മച്ചാൻ കമന്റ് ചെയ്തായിരുന്നു. മച്ചാനാണോ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രോ പ്ലീസ് പ്ലേ ബേബി ഇൻ യെല്ലോ ആൻഡ് ഗ്രാനി 1 2 3 കിട്ടണ്ടായി. ഞാൻ കണ്ടു. ഓക്കെ. ദൈവമേ, ഇവിടെ ഗാസ്റ്റ്. എടാ അത് സീനാ. അത് മറ്റേ പോർട്ടൽ പൊട്ടിക്കും ചിലപ്പോ.
ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ അമ്മ ഇപ്പൊ ഗാസ് തീർത്തേനെ. ഗാസ് എങ്ങാണ്ട് പോർട്ടൽ പൊട്ടിച്ചു തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഒച്ച ഞാൻ കേട്ടു വരുന്ന വഴിക്ക്. ഞാൻ ഇത് മറ്റേ സോളോ വൈനറുടെ വീഡിയോ കണ്ടിട്ട് ചെയ്ത പരിപാടിയാണ്. അതായത് ഇതങ്ങ് തുറന്നിടും, എന്നിട്ട് ഇവിടെ പശുക്കള് വീഴുമ്പോ തീ കത്തിക്കും, എന്നിട്ട് കൊല്ലും, എന്നിട്ട് കഴിക്കും. ഇത് കണ്ടോ, ഷുഗർ കെയിൻ ഒക്കെ നമ്മുടെ കയ്യിൽ കുറെ കിട്ടുന്നുണ്ട് ഇപ്പൊ. ഷുഗർ കെയിൻ ഒക്കെ ആവശ്യം പോലെ. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാം. മറ്റേ വില്ലേജ് കണ്ടുപിടിക്കണമെന്നല്ല, വില്ലേജസിനെ കൊണ്ടുവരണം. എന്നിട്ട് മറ്റേ ഇത് സെറ്റാക്കണം. നമ്മുടെ അതിന്റെ പേരെന്തുവാ, അയൺ ഫാം സെറ്റാക്കണം. അതായത് കണ്ടോ, ഇത് എനിക്ക് ഇങ്ങനെ കൊറേ കിട്ടും ഇവിടുന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വാങ്ങി. അയ്യോ, ഓക്കെ സെറ്റ്. ഇതാണ് എനിക്ക് കിട്ടുന്ന ഫലം. ഫാം ചെയ്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം. ഈ ചെസ്റ്റിൽ വെക്കാം എനിക്ക് ഫാം ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ. അതാ അതിനകത്ത് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ സ്ലാബ് വെക്കണം തോന്നുന്നുണ്ട്. ഇത് സ്ലാബ് അല്ലേ? അപ്പൊ ഇവിടെ വെക്കണ്ട. നമ്മൾ നേരത്തെ വില്ലേജ് കണ്ടുപിടിച്ച എവിടെന്നാ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടല്ലേ കണ്ടുപിടിച്ചേ? ഞാൻ കൊറേ കോർഡിനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വഴി തെറ്റി അവിടെ നിന്ന് കറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പൊ ഏതോ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം നമുക്ക്. അങ്ങോട്ടാണ് വില്ലേജ്. പക്ഷെ അത് കൊണ്ടുവരാൻ ഭയങ്കര പാടാ. ഈ കടലുള്ളതുകൊണ്ട് ഇച്ചിരി സീനുണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് ബോട്ടിലിരുത്തി കൊണ്ടുവരാമല്ലോ. പക്ഷെ ഇവരെ ബോട്ടിൽ ഇരുത്തുന്നതിനും ഉണ്ട് വേറെ പാട്. അതാണ് സീന്. പിന്നെ ഡ്രാഗനൊക്കെ ബീറ്റ് ചെയ്യേണ്ടി അല്ലേ? കുറെ പണിയുണ്ട്. ഞാൻ പിന്നെ മറ്റേ ഒരു വീഡിയോയില് മറ്റേ അയൺ ഫാം വിത്ത് നോ സോംബി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അല്ല, നോ വില്ലേജ് തെറ്റിപ്പോയി. അത് എങ്ങനെയാണ് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വല്ല പറ്റിക്കലും ആയിരിക്കും. വില്ലേജർ ഇല്ലാതെ അയൺ ഫാം വർക്ക് ചെയ്യും. നമുക്ക് എന്റെ വാള് ഞാനൊന്ന് എൻചാൻറ് ചെയ്ത് നോക്കട്ടെ. വാളൊന്ന് എൻചാൻറ് ചെയ്ത് നോക്കാം. നമുക്ക് പിന്നെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല, കുറെ പേർക്ക് ഇഷ്ടപ്പെടും. അറിഞ്ഞൂടാ അതിനെ കുറിച്ച്. ഈ മാപ്പ് വെച്ചിട്ട് എന്തേലൊക്കെ ഒന്ന് ചെയ്യണം നമുക്ക്. 23 ഡയമണ്ടായി. ഒരു ഫുൾ ആർമർ ഉണ്ടാക്കിയാലേ. ഒരു ഡയമണ്ടിന്റെ ആക്സ് അതല്ല നമ്മൾ വന്നത് എൻചാൻറ് ചെയ്യാനാണ്. അപ്പൊ അതിന് പോവാം. 2 മതിയും തോന്നുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ കുറെ നാളായി ചെയ്തിട്ട്, കുറെ മാസങ്ങളായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ടച്ച് പോയേക്കുവാ. ഞാൻ പ്രൊഫഷണൽ ആയിരുന്നു. പിക്കാക്സ് പറ്റുമോ? ഇതേതാ? സിൽക്ക് ടച്ച് പിക്കാക്സ് കിട്ടി. എന്റെ അമ്മേ, നമുക്ക് സിൽക്ക് ടച്ച് പിക്കാക്സ് കിട്ടി. ഇത് ഞാൻ ഡയമണ്ടിന് ചെയ്യായിരുന്നു എനിക്ക്. എടാ സിൽക്ക് ടച്ച്. ഒരു ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് സിൽക്ക് ടച്ച് പിക്കാക്സ് കിട്ടി ഗൈസ്. ഇത് മറ്റേ ഡയമണ്ടിന് ചെയ്യാൻ പറ്റുമോ? ഡയമണ്ട് പിക്കാക്സ് എടുത്തിട്ട് ഒരു 5 എണ്ണം എടുത്തിട്ട് താഴോട്ട് പോയത്. പക്ഷെ ഞാൻ ഡയമണ്ടിന് ചെയ്താനേ അത് കിട്ടും പറഞ്ഞിരുന്നെങ്കിൽ. ഒരു എക്സ്പിക്ക് സിൽക്ക് ടച്ച് മാത്രല്ല, എഫിഷ്യൻസി 2 ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതേതാ? ഫോർച്യൂൺ 1 അൺബ്രേക്കിംഗ് ഇല്ല. ഒരു മാറ്റിയിട്ട് വെച്ചാലും ചേടാ അത് കിട്ടൂല. അൺബ്രേക്കിംഗ് 2 30 എക്സ് വേണം.
ഈ സിൽക്ക് ടച്ച് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു സീതേനടാ. വെയിറ്റ് സെക്കൻഡ്. ആ മറ്റേ സ്മൂത്ത് സ്റ്റോൺ എങ്ങനെ ഉണ്ടാക്കുന്നത്? എനിക്ക് മറ്റേ ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കണം. ആർമർ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുക നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ. കമോൺ ക്രാഫ്റ്റിംഗ് ടേബിൾ. ആർമർ സ്റ്റാൻഡ്. ഇത് സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സ്മൂത്ത് സ്റ്റോൺ വേണം. അപ്പൊ സ്മൂത്ത് സ്റ്റോണിന് എന്താ വേണ്ടേ? അതിന് മറ്റേ ഇത് വേണടാ. അതിന്റെ പേരെന്താ? സ്റ്റോൺ കട്ടർ വേണം. ഇനി അതെങ്ങനെയാ ഉണ്ടാക്കുക? എന്റെ അമ്മേ, കൊറേ പണിയുണ്ട്. സ്റ്റോൺ കട്ടർ. അയ്യേ, ഇത്രേ ഉള്ളൂ? ഒരു അയൺ ഉണ്ടായാ മതി. അയണോടെ? എവിടെ ഒരു അയൺ വെച്ചാലും. അയ്യോ, അത് ഗോൾഡാ. അത് അയണാണ്. ഇത്ര ഉള്ളോ പരിപാടി? ബ്രോ, നമ്മുടെ അങ്ങനെ സ്റ്റോൺ കട്ടർ കിട്ടേ. സ്റ്റോൺ കട്ടർ എടുത്ത് ഇവിടെ വെച്ചേക്കാം. ഇനി ഇതില് ഇത് വെച്ചാ സ്മൂത്ത് സ്റ്റോണിന് ഞാൻ എന്ത് ചെയ്യണ്ടേ? എടാ, ഒരു മിനിറ്റ്. ഐ തിങ്ക് ഒരു മിനിറ്റ്. ഞാനേ സിൽക്ക് ടച്ച് വെച്ചെടുക്കും. ഇങ്ങനെയാണോ? അല്ല, എടാ, സ്മൂത്ത് സ്റ്റോൺ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഞാൻ ഗൂഗിളിൽ അടിച്ചോ. ഗൈസ്, അത് കിട്ടിയില്ല. എങ്ങനെയാ ചെയ്യണ്ടേ കാര്യങ്ങള്? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വല്ലതും നോക്കാം. ആൻഡ് നെക്സ്റ്റ് കണ്ടന്റ്, അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു നെതർ. അല്ല, നെതർ അല്ല, തെറ്റിപ്പോയി. ഐ ആം ബിൽഡിംഗ് എ ക്രീപ്പർ ഫാം. നമുക്ക് ക്രീപ്പർ ഫാമിന്റെ ആവശ്യമുണ്ട്. അതോ ഇല്ലേ? ബിക്കോസ് നമുക്കിപ്പോ തന്നെ ഉണ്ട്. എവിടായിരുന്നുടാ കുട്ടാ? നിന്റെ ഇതുവരെ ഒരു അടി കിട്ടിയിട്ടില്ല. കിട്ടി. ഇനി അങ്ങനെ ചെയ്യോ? എന്നെ വീണ്ടും അടിച്ചു, അതുകൊണ്ടാണ്. അങ്ങനെ എന്തുണ്ട്? പിന്നെ നല്ലതൊന്നുമില്ല. ഹേബയിൽ കൊടുത്ത എമറാൾഡ് വരും. പെയിലോക്ക് വരും. പക്ഷെ എനിക്ക് ഓക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് അതിന്റെ ഇതാ വേണ്ടേ, സാപ്ലിങ്. അതുകൊണ്ട് ഡാൻസ് കളിക്കുന്നത്. ബൈ. നമുക്ക് ആവശ്യമില്ലാത്തൊന്നും ഇല്ലാത്തോണ്ടാണ് ബൈ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോഡ് 2000 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. ആരും സബ് ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് ആകെ 5 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എല്ലാവരും സബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അവിടുത്തെ വീഡിയോ കാണാൻ പറഞ്ഞുകൊണ്ട് പ്രോട്ടോണിക്സ് ഗെയിമിംഗ് സോൺ സൈനിങ് ഔട്ട്. നെക്സ്റ്റ് വീഡിയോ. ബൈ. അയ്യോ.